warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'du. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. وقال النبي صلى الله عليه وسلم: من أحيا سنتي فقد أحبني ومن أحبني كان معي في الجنة كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ജുമുഅ ദിവസത്തിൽ ഒരുമിച്ച് കൂടുവാനും ആ പോലീസുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അല്ലാഹുവിന്റെ ഇഷ്ടഭവനത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എല്ലാവരും ഇഅ്തികാഫിനെ നിയത്ത് ചെയ്തിരിക്കുക. നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ നിയത്തുകളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കും നമ്മളിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു അതിന്റെ സവാബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സഫർ മാസത്തിന്റെ ഈ സഞ്ചാരം ചെന്ന് അവസാനിക്കുന്നത് പുണ്യ റബീഇന്റെ വസന്തത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസന്തമായ മാസത്തെ സ്നേഹത്തോടെ സുഗന്ധത്തോടെ നമ്മുടെ ജീവിതത്തിൽ അത് നുകരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയായി ജനിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത്. അതിലുപരി മുസ്ലിമായി തന്നെ നമ്മൾ പിറവി കൊണ്ട് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഏതൊരു പ്രവാചകന് ഏതൊരു കിതാബാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അതേ കിതാബ് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിനെയും അവന്റെ ഈ പ്രകൃതിയെയും അവന്റെ സൃഷ്ടിപ്പിനെയും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുന്നിന്റെ ചരിത്രങ്ങളും അവിടുന്നിന്റെ മുൻഗാമികളായ മറ്റ് പ്രവാചകന്മാരുടെയും സമുദായത്തിന്റെയും ചരിത്രങ്ങളും പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകി അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ടോ തിരു ഹദീസുകൾ വായിക്കുന്നത് കൊണ്ടോ ഒരു മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ കൊള്ളണമെന്നില്ല. കേവലം എഴുത്തക്ഷരങ്ങൾ മാത്രമുള്ള വിശുദ്ധമായ ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകൾ സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസുകൾ വായിച്ചത് കൊണ്ട് മാത്രം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ ഉറക്കണമെന്നില്ല. അവന്റെ പ്രവർത്തനങ്ങളിലൂടെ, അവന്റെ ചിന്തകളിലൂടെ,
അവന്റെ സൽക്കർമ്മങ്ങൾ നന്നാക്കുന്നിടത്തോളം ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വായിക്കുന്നതിലുപരി ആ വായന എന്താണോ അത് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, ആ ഹദീസുകൾ എന്താണോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും തയ്യാറെടുപ്പ് നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാസങ്ങളോളം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊടിയുയർത്തിയ, ഈ കഴിഞ്ഞ മാസങ്ങളോളം കായിക താരങ്ങൾക്ക് വേണ്ടി കൊടിയുയർത്തിയ, രാജ്യങ്ങൾ മറന്ന്, വർണ്ണങ്ങൾ മറന്ന്, ജാതി മറന്ന്, നിറം മറന്നുകൊണ്ട് കായിക രംഗത്തേക്ക് ഇറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുവതലമുറകൾ ഇനിയും കയ്യിലേന്തേണ്ട കൊടി എന്ന് പറയുന്നത് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ വിശുദ്ധമായ ഖുർആനെ കൈകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ, ആ ഖുർആനിന്റെ പരിഭാഷകൾ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിന്റെ ജീവിതത്തിന്റെ പ്രാവർത്തികത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠനത്തോടൊപ്പം അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു അവസരമായി എൻ്റെ യുവാക്കൾ ഇതിനെ പ്രയോജനപ്പെടുത്തണമെന്ന് പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പല കൊടികളുടെ കീഴിൽ അണിനിരഞ്ഞ നമ്മൾ ഇനി വിശുദ്ധമായ ഖുർആൻ എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിന്റെ, ആ ഒരു ഐക്യത്തിന്റെ, ആ ഒരു കെട്ടുറപ്പിന്റെ മുന്നിൽ അണിനിരക്കേണ്ട അവസരങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ, അനുരാഗികളായ പ്രവാചകപ്രേമികൾ മുഴുവനും ഒരു ഭാഗത്ത് പ്രവാചകനെ കുറിച്ച് പാടി പുകഴ്ത്തി വർത്തമാനങ്ങൾ പറഞ്ഞ്, കഥ പറഞ്ഞ്, പ്രസംഗം പറഞ്ഞ്, ഹദീസിലൂടെ, ചരിത്രങ്ങളിലൂടെ, കവിതകളിലൂടെ, എഴുത്തുകളിലൂടെ പ്രവാചകനെ വർണ്ണിക്കുമ്പോൾ അതേ മറുഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഗണിക്കുന്ന, താഴ്ത്തിക്കളയുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ വിമർശനങ്ങൾ വന്നാലും അതൊന്നും വകവരുത്താതെ എന്റെ പ്രവാചകൻ അത് എന്റെ ഇസ്സത്താണ്, എന്റെ പ്രവാചകൻ അത് എന്റെ ഇസ്ലാമിന്റെ നേതാവാണ്, എന്റെ പ്രവാചകൻ അത് അള്ളാഹുവിന്റെ നാമത്തിനോടൊപ്പം ചേർത്ത് പറയേണ്ടവനാണ് എന്ന ഒരു യാഥാർത്ഥ്യമായ ഈമാനിക ബോധം എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്കുണ്ടാകണം. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത് കേവലം റബീഉൽ അവ്വൽ മാസത്തിൽ 30 ദിവസം സ്റ്റാറ്റസുകളിലൂടെയല്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു മാസം മാറ്റിവെക്കും. വലിയ കഷ്ടപ്പാടാണ്. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിന്റെ ഒരു ദിവസത്തിൽ ഒരു അല്പസമയം മാത്രം ഒരു മാസത്തേക്ക് പ്രവാചകന് വേണ്ടി നമ്മൾ ഡേറ്റ് കൊടുക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, വാട്സപ്പിലൂടെ പ്രവാചകന് വേണ്ടി മാത്രം ഒരു സെക്കൻഡുകൾ, 30 അല്ലെങ്കിൽ 1 മിനിറ്റ്, അതിലൂടെയൊന്നും പ്രവാചക സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്റെ സ്റ്റാറ്റസ് ഒരു 200-300 പേര് കാണുന്നുണ്ടെങ്കിൽ, 10-500ഓളം ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലുൾപ്പെടെ അതിലുപരി ആ ഷെയർ ചെയ്യുന്ന പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും അതിന് നിജപ്പെടുത്തണം. അല്ലാതെ സ്റ്റാറ്റസുകൾ കണ്ട് ലൈക്ക് അടിക്കുന്നതിലോ സ്റ്റാറ്റസുകൾ കണ്ട് ഷെയർ ചെയ്യുന്നതിലോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവന്റെ പെരുമാറ്റം, അവന്റെ വസ്ത്രധാരണ, അവന്റെ ജീവിത ശൈലി ഏതൊന്ന് ചിന്തിച്ചാണോ, ഏതൊരു പ്രവർത്തനത്തിലൂടെയാണോ അവൻ നന്നായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊരു ചിന്താഗതിയിലാണോ അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഹൃദയത്തിന്റെ ചിന്തയാണ്, ആ ഹൃദയത്തിന്റെ വിചാരമാണ്, ആ ഹൃദയത്തിലുള്ള നിയ്യത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥികമായ ബോധം എന്റെ യുവാക്കൾക്കുണ്ടാകണം. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ അടുക്കൽ വന്ന് കരയുകയാണ്. കരഞ്ഞ് വിഷമിക്കുന്ന ശരീരത്തിന്റെ പ്രകൃതി മുഴുവനും വല്ലാത്തൊരു അവസ്ഥയിലെത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഏ സൗബാൻ, നിന്റെ ശരീരം എന്താണ് വല്ലാതിരിക്കുന്നത്?
നിനക്ക് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, തളർച്ചയുണ്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ മുത്ത് റസൂലിനോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എനിക്ക് ശാരീരികമായ യാതൊരു പ്രയാസങ്ങളുമില്ല, എന്റെ മനസ്സിനാണ് വല്ലാത്ത വിഷമം, എനിക്ക് മാനസികമായ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാനസികമായ മനഭ്രാന്തികളല്ല, മാനസിക രോഗിയായിരുന്നില്ല മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ ഒരു ദിവസവും അവിടുന്ന് ജീവിതത്തിൽ കഴിഞ്ഞു പോയിരുന്നില്ല. മുത്ത് റസൂലുള്ളാഹിന്റെ തങ്ങളുടെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നബി തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങയെ കാണാൻ, അങ്ങയോടൊപ്പം ഇരിക്കാൻ, അങ്ങയോടൊപ്പം സംസാരിക്കാൻ, അങ്ങയുടെ വർത്തമാനങ്ങൾ കേൾക്കാനും അങ്ങയോടൊപ്പം സഹവസിക്കാനുമെല്ലാം ഈ സൗബാന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നബിയേ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ, ഞാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എങ്ങനെയാണ് നബിയേ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സുഖ സൗകര്യങ്ങളെക്കാളേറെ എന്റെ കുടുംബത്തിനോടൊപ്പം ഞാൻ ചിലവഴിക്കുന്നതിനേക്കാളേറെ എന്റെ നബിയെ അങ്ങേ ഞാൻ ഹൃദയത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നബിയെ, അങ്ങയുടെ മകൾ ഫാത്തിമ അങ്ങക്ക് കരളിന്റെ കഷണമാണ്. നബിയേ, ഈ സൗബാൻ മുത്ത് റസൂൽ എന്ന് പറയുന്നത് അതിന്റെ ശരീരമാണ് നബിയേ, അതിന്റെ കരളിന്റെ കഷണമാണ് നബിയേ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു വിഷമിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷമത്തിന് വിശുദ്ധമായ ഖുർആൻ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനഭ്രാന്തിയുള്ള ഏത് അനുരാഗികളുണ്ടെങ്കിലും, പ്രവാചക സ്നേഹികളുണ്ടെങ്കിലും, എന്റെ പ്രവാചകന്റെ മദീനയിൽ ഒന്ന് പോകാൻ, ആ റൗള ശരീഫ് ഒന്ന് കാണാൻ, ആ മുത്ത് റസൂലിന്റെ അടുക്കൽ നിന്നുകൊണ്ട് സ്വലാത്തും സലാമും പറയാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായ വിശ്വാസികൾ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും പുണ്യമായ മദീനയിലേക്ക് പോകുമ്പോൾ ആ മദീനയൊന്ന് കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ പുണ്യമായ റൗള ശരീഫ് ഒന്ന് കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാൻ, പോയവർക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒരുക്കണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യാഭിലാഷം ഇതായിരിക്കണം സഹോദരാ, പുണ്യമായ മക്ക കാണാൻ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ചു വഫാത്തായ ആ മക്കയും മദീനയും ഒന്ന് കാണാൻ, ആ മദീനയുടെ ചരിത്രങ്ങൾ പഠിക്കാൻ, ആ മദീനയുടെ മണ്ണൊന്ന് നുകരുവാൻ, ആ മദീനയുടെ വസന്തമായ പച്ചക്കുബ്ബയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അരികിലൊന്ന് നിൽക്കാൻ, അവിടുന്നോട് സംസാരിക്കുവാൻ, അവിടുന്നോട് സ്വലാത്ത് ചൊല്ലുവാൻ, അവിടുന്നിന്റെ ശുപാർശ ലഭിക്കുവാൻ, എന്റെ ജീവിതത്തിൽ വഫാത്താകുന്നതിന് മുമ്പ് എന്നെ അവിടെ എത്തിക്കണേ അല്ലാഹ് എന്നൊരു ദുആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ ദിവസവും നാം മുടക്കാൻ പാടില്ല. അങ്ങനെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു വിഷമിച്ചിരിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ആയത്തിറക്കുകയാണ്, വമയുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച 4 വിഭാഗം ജനങ്ങളുണ്ട്. അതിലൊന്നാമത്തത് പ്രവാചകന്മാരാണ്. ആ പ്രവാചക അനുരാഗിയായ ഏത് മനുഷ്യനായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകന്മാരുടെ സ്ഥാനങ്ങളും പദവികളും ഒരുപാടാണെങ്കിലും നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ വെച്ച്
ആരൊരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചിരുന്നത് അവരോടൊപ്പം വസിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യൻ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, അത് ഏതിന് യോഗ്യരായിരിക്കണമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. സ്വർഗത്തിന് യോഗ്യനാണോ, അതല്ല അവന്റെ ഒപ്പം കൂട്ടുകൂടിയാൽ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടവനാണോ എന്ന് പോലും ഞാനും നിങ്ങളും ചിന്തിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറങ്ങിയപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്. കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നബി തങ്ങളെ അംഗീകരിച്ച് വിശ്വസിച്ച് സത്യസന്ധമായ ജീവിതം നടത്തിയവരോടൊപ്പം അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ജീവിതം സമർപ്പിച്ചവരോടൊപ്പം അല്ലാഹു കൽപ്പിച്ച കൽപ്പനകൾ അനുസരിച്ച സ്വാലിഹീങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാമെന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു സന്തോഷിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് കേട്ടിട്ട് പോലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായില്ല. ഈ ഒരു ആയത്ത് കേട്ടിട്ട് പോലും നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടായില്ല. കാരണം എന്താണ്? ഞാനും നിങ്ങളും കേവലം ഒരു വായന എന്നതിലപ്പുറം വിശുദ്ധമായ ഖുർആനെ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിനെ പഠിക്കുവാനും അതിലെ ഓരോ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ, എന്റെ തിരുജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ച, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഏതൊരു മനുഷ്യനാണോ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. ഒമൻ അഹബ്ബനി കാന മഅയ ഫിൽ ജന്ന, ഞാൻ ആരെയാണോ സ്നേഹിച്ചിരിക്കുന്നത്, എന്നെ ആരാണോ സ്നേഹിച്ചിരിക്കുന്നത് അവൻ സ്വർഗത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കടന്നു വരുന്നത് പുണ്യമായ റബീഉൽ അവ്വലാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ മഹല്ലുകളിലും എന്തെല്ലാം ദീനീ പ്രവർത്തനങ്ങളാണോ ആ സംഘാടകർ ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കരമന മുസ്ലിം ജമാഅത്ത് വിശുദ്ധമായ റബീഉൽ അവ്വലിന് മുന്നോടിയായി ക്യാമ്പയിൻ, അതിലുൾപ്പെടെ അതിനു മുമ്പായി നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ കായിക കലാ മത്സരങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി വിജയിപ്പിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ, അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ സാന്നിധ്യങ്ങൾ, നിങ്ങളുടെ സഹകരണങ്ങൾ ഇൻഷാ അല്ലാഹ് എന്താണോ അങ്ങോട്ട് പോയി ചോദിക്കുക. എന്റെ റസൂലിന് വേണ്ടിയാണ്, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റിന് വേണ്ടിയല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിക്ക് വേണ്ടിയല്ല, ഞാൻ ഇവിടുത്തെ മറ്റു മഹല്ലിന്റെ അംഗങ്ങൾക്ക് വേണ്ടിയല്ല, എന്റെ റസൂലിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, ഞാനിത് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം പുണ്യമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൽ എനിക്കൊരു പങ്കാളിയാകണം എന്നൊരു ബോധത്തോടുകൂടി അങ്ങോട്ട് പോയി അന്വേഷിക്കുക. അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹി. കാരണം പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, പറയാതിരിക്കുമ്പോഴും പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ചെലവാണ്. അതിനു വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളിലും മഹല്ലുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും എൻ്റെ വിശ്വാസികൾ എല്ലാവരും അതിൽ പങ്കുകാരാകണം. നിങ്ങളാൽ കഴിയുന്ന സാന്നിധ്യങ്ങൾ, സഹകരണങ്ങൾ, സഹായങ്ങൾ, സാമ്പത്തികമാകട്ടെ ശാരീരികമായി കൊണ്ടതാകട്ടെ, നിങ്ങളുടെ ഒരു സാന്നിധ്യമെങ്കിലും നിങ്ങൾ അറിയിക്കണമെന്ന് പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ 2 പേർ തിരുമല ജിംനാഷ്യം നടത്തുന്ന എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് തൊട്ട് മുമ്പ് എന്തെല്ലാം പ്രയാസങ്ങളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനെല്ലാം പൂർണ്ണമായി ഖബർ മുതൽ തുടങ്ങുന്ന പാരത്രിക ജീവിതത്തിൽ അള്ളാഹു ആ പരീക്ഷണങ്ങളെല്ലാം മാറ്റി അവരനുഭവിച്ചു കൊണ്ടിരുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഖബറിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർ, ഒരു സഹോദരൻ തന്റെ മകന് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് പൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന മുഴുവൻ പേരുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. സർജറിക്കായി കഴിയുന്ന, സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചികിത്സ പൂർണ്ണമായും അല്ലാഹു ഫലപ്രദമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുകയാണ് നമ്മുടെ ഒരു സഹോദരന് വേണ്ടി ഉള്ള ഒരു ചികിത്സ. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായിച്ച സഹകരിക്കുന്ന മുഴുവൻ പേർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കുടുംബത്തോടൊപ്പം ജീവിക്കുവാനും പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരന് വേണ്ടി ചികിത്സയ്ക്കായി 2 മഹല്ലുകൾ സംയുക്തമായി നടത്തുന്ന ആ ഒരു ചികിത്സാ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും വിജയിപ്പിക്കുമാറാകട്ടെ. അതിലൂടെ എന്ത് നിയത്താണോ ഉദ്ദേശിച്ച് ആരെല്ലാം സംഭാവനകൾ ചെയ്യുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഞ്ചാരി പോയിട്ട് വേറെ ആരെങ്കിലും ഉള്ളൂ. ചിലര് അറിയാതെ ഇതൊക്കെ എപ്പോഴും ചോദിക്കില്ല. പക്കറ്റിൽ പോകുമ്പോഴേ അവർക്ക് അപ്പോൾ കൊടുക്കാൻ ഒരു